വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾ. നമസ്കാരം. അനശ്വര, ഈ സിനിമയുടെ പോസ്റ്റേഴ്സിലേക്ക് നോക്കുമ്പോൾ, ഇതിൻ്റെ ട്രെയിലർ, ടീസർ, പാട്ടുകളൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു മജ മൂഡാണ്. അതിൽ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, സിനിമയെക്കുറിച്ച്, കഥാപാത്രത്തെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാമോ? ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മരണം, അവിടത്തേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർ, അത് യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാതെ വരുന്ന ആൾക്കാർ, അങ്ങനെ വരുന്ന ചില സിറ്റുവേഷൻസും, ഒരു വീടും അതിനെ ചുറ്റുപറ്റി അതിൻ്റെ അയൽപ്പക്കും, അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരും, നമ്മുടെ ലൈഫിൽ എപ്പോഴും കണ്ടിട്ടുണ്ടാവുന്ന കുറേ ആൾക്കാരും അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് വ്യസന സമേത ബന്ധുമിത്രാദികൾ. എൻ്റെ ക്യാരക്ടർ അസിസിക്കയുടെ മകളായിട്ടാണ്. അസിസിക്കും അശ്വതി ചേച്ചി, വേറൊരു ആൾ ഫ്ലവേഴ്സിലൊക്കെ ഷോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആളുടെ മകളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മല്ലിക ചേച്ചിയുടെ കൊച്ചുമോളാണ്. ഇപ്പോൾ ഒരു നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തൊരു കണ്ടിരുന്നു, ഇത് ചെയ്തിട്ടുണ്ട്, ഡാൻസ് ആയിട്ട് ഞാനും മല്ലിക ചേച്ചി. അതാണോ ഗ്രൂ വിത്ത് ഗ്രാൻഡ്മ? ഗ്രൂ വിത്ത് ഗ്രാൻഡ്മ എന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്. മല്ലിക ചേച്ചിയുടെ കൊച്ചുമോളായിട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. കൂടുതൽ സിനിമ കണ്ടറിയേണ്ടതാണ്. അതെ, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത്, ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് കഥാമുഹൂർത്തങ്ങൾ പരസ്പരം പറയുക എന്നുള്ളതല്ല പലപ്പോഴും ചില സിനിമകൾക്ക്. അതിന്റെ മേക്കിങ്ങിലൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സീക്വൻസുകൾ തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കുമ്പോഴേക്ക് രസകരമാവുക. നോബി, ഇതിന്റെ ഏറ്റവും വലിയ സമ്മതരമായ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയാണിത്. ഇപ്പം അശ്വതിയുടെ കാര്യം പറഞ്ഞു. അശ്വതി നമുക്ക് ടി വിയിൽ കണ്ടിട്ടുണ്ട്, പക്ക തിരുവനന്തപുരം സ്കിറ്റ്. അതേപോലെ അസീസ്, ദീപു, ഞാൻ എല്ലാവരും തിരുവനന്തപുരം ഭാഷ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് കണ്ണൂരുകാരി. അത് ഏറ്റവും വലിയ സംഭവം. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായ പോലും ഈ സിനിമയുടെ കുറേ ഡയലോഗ്സ് ഉണ്ട്. കുറെ ദീപു പക്ക തിരുവനന്തപുരം കളിക്കുക. ഇതിന്റെ കുറേ ഭാഷയുണ്ട്. ഈ ഡയറക്ടറുടെ ഭാഷയാണ് കുറേയൊക്കെ. ആ വാക്കുകൾ കറക്റ്റ് നമ്മൾ അങ്ങനെ തന്നെ പറയണം ഡയറക്ടർക്ക്. ഞാൻ പറഞ്ഞു നമുക്ക് തന്നെ ഇതായി. അത് പക്ഷെ അനുസര ഗംഭീരമായിട്ട് അത് ചെയ്തു. ക്യാരക്ടറിനെ കുറിച്ച് പറയാം. എനിക്ക് അതിനകത്ത് വീട്ടിൽ വരുന്നൊരു സംഭവമാണ് നമ്മളെ അതിലൊരു മെയിൻ സംഭവമാണ്. അപ്പൊ നമ്മളും ഉണ്ട് ആ ഒരു. രാജമാണിക്യം ഉൾപ്പെടെയുള്ള പല സിനിമകളും ട്രിവാൻഡ്രം സ്ലാങ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയിൽ തിരുവനന്തപുരം ഭാഷ ഏത് വിധത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരം എന്ന് പറയുന്നെങ്കിൽ നമുക്ക് പിന്നെ കുറേ ഉണ്ട്. ഇത് ഏരിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്കലയും ആറ്റിങ്ങലും വെഞ്ഞാറമൂട് സംസാരം ഡിഫറൻ്റ് ഉണ്ട്. വെഞ്ഞാറമൂട് നെടുമങ്ങാട് കഴിഞ്ഞ കാട്ടാക്കടയ്ക്ക് ഡിഫറൻ്റ് ഉണ്ട്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഡിഫറൻ്റ് ഉണ്ട്. കാഞ്ഞിരംകുളം, പൂവാറ്, നെയ്യാറ്റിങ്ങര, ബാലട എല്ലാ സ്ഥലത്തും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ഡയറക്ടറിൻ്റെ നാടെന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്. അത് വെഞ്ഞാറമൂട്, വേങ്ങോട്, പോത്തൻകുടി, ഇതിൻ്റെ ഇത്ര ചുറ്റപ്പെട്ട കുറേ സ്ഥലമുണ്ട്. മറ്റേ പുല്ലമ്പാറ പഞ്ചായത്ത്, ആ ഏരിയയുടെ ഭാഷയാണ്. ഇപ്പം ഇത് ഞാൻ പോലും നമുക്ക് പഴയ നമ്മുടെ അപ്പന്മാരില്ലേ, അവരുടെ സംസാരമാണിത്. പിന്നെയാണ് ചേഞ്ച് ചെയ്തത്. പക്ഷെ അത് വിപിൻ കറക്റ്റ് അത് എഴുതി വെച്ചിട്ട് വിപിൻ അങ്ങനെ തന്നെ പറയിപ്പിക്കും. അതായത് ടൈറ്റിൽ വായിക്കുമ്പോഴേ അതിലൊരു പുതുമയുണ്ട്, പക്ഷെ ഇത്തിരി വിചിത്രമായിട്ടും തോന്നുന്നു. ഇത് കുറച്ചുകൂടി ചെറിയ ടൈറ്റിൽ ഇട്ടാൽ പോരെ. പക്ഷേ ഞാൻ പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്, ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ റിലേറ്റീവ്സ്, അവരുടെ ചില സങ്കടം. പക്ഷെ ട്രെയിലറിൽ തുടർച്ചയായിട്ട് കണ്ട് തമാശയാണ്, നർമ്മമാണ്, കണ്ടിന്യൂസ് ആയിട്ട്. അതിനിടയിൽ അനശ്വര കരയുമ്പോൾ ഒരു കൗണ്ടർ ഉണ്ട്. അവൾ കരയുന്നതിൽ പോലും ഒരു എസ്തെറ്റിക് ഉണ്ട് പറയട്ടെ അല്ലേ? അതെന്താണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ് രസകരമായിട്ട് തോന്നിയത്? അതായത് അവിടെ എത്തുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ. അവിടെ നടക്കുന്ന മരണോ അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ അവിടെ എത്തിപ്പെടുന്നതാണ് സിജുവുടെയും ജോമോന്റെയും ക്യാരക്ടർ. അപ്പം അവർക്ക് വേറെ ഉദ്ദേശങ്ങളോടെ വരുന്നതാണ് അവിടെ. അത് അനശ്വര സുഹൈൽ എന്നൊരു ക്യാരക്ടറിനെയും പറയുന്നുണ്ട് ഇടയ്ക്ക്. വലിയൊരാളാണത് അപ്പൊ അവിടെ വരുന്ന ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഒരു ഐസ്തെറ്റിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കരയുന്ന വെച്ചാൽ ഏറ്റവും മണ്ടനായിട്ട്, അത് എന്നോട് പറഞ്ഞ ഏറ്റവും വൃത്തികേടായിട്ട് കരഞ്ഞു. അത് ഒരു ഭംഗി ഒന്നും നോക്കണ്ട, ഭയങ്കര വൃത്തികേടായിട്ട് ഒരു ഭംഗിയും പിടിക്കാതിരുന്ന് മോശമായിട്ടിരുന്ന് കരയണം. അങ്ങനെയാണ് ഞാൻ ആ കരയിന്ന് എടുക്കുന്നത്. ഏറ്റവും മോശമായിട്ട് ഒരു ടേക്ക് പോയി രണ്ടാമത് ടേക്കിൽ ഏറ്റവും വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കാണാൻ കൊള്ളില്ലാത്ത ടേക്ക് ഏതാണോ അത് എടുക്കും. മലയാള സിനിമയിൽ അത് ഉണ്ടായിട്ടില്ല. ഏറ്റവും കൊള്ളില്ലാത്ത ടേക്ക് ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ടേക്ക് എങ്ങനെയാണ് ഓക്കെ ആക്കി. അത് കണ്ടിട്ടാണ് ഈ ഇത് പറയുന്ന കരയുന്ന പോലും അത് അതുപോലും ഐസ്തെറ്റിക് ആയിട്ട് കാണിക്കുന്നത്. ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ബൈജു ചേട്ടനുണ്ട്, അസീസ് ഉണ്ട്, അരുൺ ഉണ്ട്, സിജു സണ്ണി, ജോമോൻ, പിന്നെ നീരജ രാജേന്ദ്രൻ, ഇവരൊക്കെ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അസീസ് അനശ്വരയുടെ അച്ഛൻ, പിന്നെ അതുപോലെ തന്നെ ബൈജുണ്ണനാണ്. ബൈജുണ്ണൻ അവിടുത്തെ ഒരു സംഘാടകൻ, അങ്ങനെ പറയാം. കാര്യങ്ങൾ ഒത്തിരി പേരുണ്ട്. സിജു ജോമോൻ, പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേര് നമുക്കറിയാവുന്ന, അത്യാവശ്യം എന്താ പറയുക, ഈ പുതിയ തലമുറയ്ക്ക് അറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ.
ഉണ്ട്. അവരുടെ ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. ദീപു ഈ സിനിമയിൽ ഇത്രയും അധികം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കിടയിൽ എത്രത്തോളം പെർഫോം ചെയ്യാൻ ദീപുവിന് സാധിച്ചിട്ടുണ്ട്? ദീപു ചേട്ടൻ്റെ പറയാൻ എനിക്ക് ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ല, ഡയറക്ടർ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ട് പറയുന്ന അതേപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വരുമ്പോൾ അറിയാൻ തരാം. ഒറ്റ ലൊക്കേഷനാണ്, ഒറ്റ ലൊക്കേഷനുള്ള കഥയല്ലേ, ഫ്രണ്ടും ബാക്കും സൈഡും ഇങ്ങനെ പോവുകയാണ് ക്യാമറ. അതായത് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ ഇവരെന്ന് വെച്ചാൽ കുറേ നമ്മുടെ ഇൻഫ്ലുവൻസസ് നമുക്ക് പരിചയമുള്ള നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഒരുപാട് അശ്വത് ചേച്ചി കുറേ നാളായിട്ട് നാടകം ചെയ്തുകൊണ്ടിരുന്ന ഷോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതേപോലെ ചേട്ടൻ അങ്ങനെ കുറേ നാളായിട്ട് ഈ നമ്മുടെ ഷോസും നമ്മുടെ അത് അത്രയും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരുപാട് നല്ല കുറേ നടന്മാർ നമ്മുടെ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് നല്ല നടൻ നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു നോർമലി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നോർമലി ഉണ്ടായിരുന്ന ഒരു സീനായിരിക്കും. പക്ഷെ അവരുടെ ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു രീതിയും കൊണ്ട് ഓരോ സീനും അത് ഓരോ സീക്വൻസുകളായിട്ട് തന്നെ കാണുന്ന സമയത്ത് അത് ഭയങ്കര ബെസ്റ്റായിട്ട് നിൽക്കും. ഇപ്പം സിനിമ കണ്ടു കഴിയുമ്പോൾ കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിലോട്ട് പോകും. അത്രയും അടിപൊളിയായിട്ടാണ് എല്ലാവരും ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല നടന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി സിനിമയ്ക്കകത്ത്. അനശ്വര വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു അഭിനേത്രിയാണ്. ഇപ്പോൾ ചെയ്ത സിനിമകളിൽ തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണ്യയും രേഖാചിത്രം ഉൾപ്പെടെയുള്ള ഒട്ടേറെ സിനിമകളിലെ പെർഫോമൻസ് മലയാള സിനിമാ പ്രേക്ഷകർക്കും ഫിലിം മേക്കേഴ്സിനൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നു. മലയാള സിനിമയിലെ മറ്റ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുതിർന്ന നടിമാരെ നോക്കുമ്പോൾ 50 വർഷത്തിലധികം അനുഭവ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആക്ട്രസ്സാണ് നമുക്കേറെ പ്രിയപ്പെട്ട മല്ലിക ചേച്ചി, മല്ലിക സുകുമാരൻ. മല്ലിക ചേച്ചി ഈ 50 വർഷത്തിനിടയിൽ പല കഥാപാത്രങ്ങളും ചെയ്തു കണ്ടതിൽ ഇതുപോലൊരു ലുക്കിൽ ആദ്യമായിട്ട് കാണുന്നത്. എന്താ പറയാമോ ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച്? ചേച്ചിനെ റിയൽ ലൈഫിൽ കാണാൻ കുറച്ചും കൂടി യങ് ആണ് ആള്. അപ്പൊ കുറച്ചും കൂടി ഏജ്ഡ് ആക്കിയിട്ട് ആളുടെ ചെയ്തേക്കാണ്. മല്ലിക ചേച്ചി എന്റെ അമ്മമ്മയായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത്. നേരത്തെ പറഞ്ഞ ഗ്രൂ വിത്ത് ഗ്രാൻഡ് മാ. അതെ അതെ, ഭയങ്കര ചില്ലായിട്ടുള്ള ഭയങ്കര ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സെറ്റിൽ എല്ലാവർക്കും പക്ഷെ ചേച്ചിയോടുള്ള ഒരു റെസ്പെക്ട് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എല്ലാവർക്കും സെറ്റിലെ ക്രൂവിനായാലും എല്ലാവർക്കും നമുക്കുള്ളൊരു ഇഷ്ടമുണ്ട് മല്ലിക ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ. പക്ഷെ മല്ലിക ചേച്ചി എല്ലാവരുടെ അടുത്തും ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര കൂളായിട്ട് സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കും, അല്ലെങ്കിൽ സീനിനെ പറ്റി സംസാരിക്കും, വേറെ കുറേ കാര്യങ്ങൾ അത് സംസാരിക്കും. സീനിൻ്റെ ഇടയിലൊക്കെ ആൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സീനിയറാണ്. അത്രയും അതെ തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം നല്ല നമുക്ക് പറഞ്ഞത് ഭയങ്കര അടിപൊളി പെർഫോമറാണ്. അപ്പൊ ആളുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളൊക്കെ തന്നെയാണ്, സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. മല്ലിക ചേച്ചിയും എല്ലാവർക്കും ആ റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്, മല്ലിക ചേച്ചിക്കും ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. സോ ഭയങ്കര കൂളായിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഒരു കാര്യം ഇപ്പൊ വിപിൻ ആൻഡ് വിപിൻ എന്ന് പറയേണ്ടി വരും. നിർമ്മാണം ഒരു വിപിനാണ്, സംവിധാനം രചന മറ്റൊരു വിപിനാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ വിപിൻ കൂട്ടുകെട്ടുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ ഒരു അനുഭവം? എന്നെ വിളിക്കുന്നത് വിപിൻ ദാസ് പ്രൊഡ്യൂസറാണ് എന്നെ ഇതിനകത്ത് വിളിക്കുന്നത്. ഒരു പെട്ടെന്ന് തുടങ്ങിയൊരു സിനിമയാണ്. നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും ഭയങ്കര രസം, രണ്ട് വിപിന്മാരും കൂടിയിട്ട്. അതായത് വിപിൻ ചേട്ടന് ആളുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ വിപിൻ ചേട്ടൻ. അത് 5-ന്റെ സഞ്ചയനം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അവരിരുന്ന് ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ രണ്ടുപേരുടെ ഐഡിയാസ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഇപ്പൊ പ്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ ഭയങ്കര അവർ ഡീൽ ചെയ്ത ഇത്, കാരണം അവരുടെ പ്രൊഡക്ഷനിൽ WBTS പ്രൊഡക്ഷൻസിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ അവരുടെ പ്രൊഡക്ഷൻ്റെ കീഴിലൊരു സിനിമയും അതും ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പ്രൊഡക്ഷനും ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഡയറക്ടറും എല്ലാ കാര്യങ്ങളും ഭയങ്കര പുള്ളിക്ക് എക്സാക്ട്ലി ഐഡിയ ഉണ്ടായിരുന്നു ഒരു സീക്വൻസ് എങ്ങനെ വേണം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലാങ്ങിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും ട്രിവാൻഡ്രംകാരാണ്. പുള്ളിയുടെ ADs തന്നെ, പുള്ളിയുടെ കൂടിയുള്ള ആൾക്കാർ തന്നെ, ഡയറക്ടർ വിമിച്ചേട്ടൻ്റെ കൂടിയുള്ള ആൾക്കാർ തന്നെ ട്രിവാൻഡ്രംകാരാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്ലാങ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ അവരൊക്കെ പോയിട്ട് വിമിച്ചിട്ടുണ്ട്, അതെ അത് മാറ്റി അത് ഇതിൻ്റെ പിന്നെ റീടേക്ക് പോകും. എല്ലാത്തിലും പെർഫെക്ഷൻ എന്നോടുകൂടി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഡയറക്ടർ വിമിച്ചേട്ടൻ. നോബി പല സിനിമകളിലും എനിക്കറിയാം, നോബിക്ക് വർഷങ്ങളായിട്ട് സ്കിറ്റൊക്കെ പെർഫോം ചെയ്തും ചില സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ള
അറിവും അനുഭവവും ഒക്കെ പല ക്യാരക്ടേഴ്സിലും സിനിമകളിൽ ഇവർ ടീം നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്. ഇതിൽ ഒരുപാട് പേരുണ്ടല്ലോ ആ സീസണിൽ. നോബിയുണ്ട്, ഈ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസ് അവർ അനുവദിച്ചിട്ടുണ്ടാവണം അല്ലേ? സ്പേസ് എന്ന് പറഞ്ഞാൽ ബിബിൻ പക്ക ഒരു സ്ക്രിപ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പടം. ഓരോ ഡയലോഗ് പോലും കാര്യം നമ്മൾ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നമ്മളെ ഡയലോഗ് ഉണ്ടാക്കണം. സത്യം അത് ബിബിൻ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം അതിനുള്ള സാധനം ഉണ്ട്. നമുക്ക് കയ്യിൽ നിറാൻ വേണ്ടി നമുക്ക് അങ്ങനെ അത് അധികമായി പോകും. കാര്യം ഇതിനകത്ത് സിറ്റുവേഷൻ ഹ്യൂമറാണ് ഭയങ്കരമായിട്ടും. കാര്യം പിന്നെ പ്രത്യേകിച്ച് പശ്ചാത്തലം ഒരു മരണ വീടായതുകൊണ്ട് വേറെ അങ്ങോട്ടൊന്നും കാണിക്കാനും പറ്റില്ല. ഇതിനകത്ത് നിന്നുകൊണ്ടുള്ള സാധനങ്ങളാണ് അത്. പക്ഷെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകൾ ഒരുപാട് നല്ലത് വന്നിട്ടുണ്ട് നേരത്തെയും അനശ്വരയുടെ സിനിമകൾ. ഈ സിനിമയിൽ നോക്കുമ്പോൾ വളരെ ബോൾഡായിട്ട് എതിരിച്ചാണ് അൻകിത് മേനോൻ മ്യൂസിക്കൽ. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. വിനായക് ഉൾപ്പെടെയുള്ള ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. വേറെയും ഒരു ലിറിസിസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പം മജാമൂടുന്ന ഒരു പാട്ട് വന്നു, അത് വളരെയധികം സ്വീകരിച്ചു ആളുകൾ. സോങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട് സിനിമയിൽ? അങ്കിത്തിന്റെ മ്യൂസിക്കാണ് സിനിമയ്ക്കകത്ത്. ഇപ്പം ജയ് ജയ് ഹേ നമ്മുടെ ഗുരുവായൂർ ഈ സിനിമയിൽ തന്നെ, വാഴയില്, അങ്ങനെ കുറെ നല്ല സിനിമകൾ അങ്കിത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് അറൗണ്ട് 4 പാട്ടുകൾ എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ മജ്ജാമൂട് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് വിഷ്വല് നമ്മുടെ സിനിമയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ മജ്ജാമൂട് എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് എങ്ങനെ ഈ സിനിമയിൽ ചേർക്കും ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി സിനിമയ്ക്കകത്ത് പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. ബാൻഡിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഒരു ബാൻഡ് ടീം ഉണ്ട് നമുക്ക് സിനിമയ്ക്കകത്ത്. ഒരു വീട്ടില് മരണ വീട്ടില് തൊട്ടപ്പുറത്തുള്ള ഒരു ബാൻഡ് സംഘമുണ്ട്. അതിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. അവര് ചെയ്യുന്ന പഴയ കുറെ സിനിമാ പാട്ടുകളുടെ ബാൻഡ് ആ സൗണ്ട് ഉണ്ട്, ബാൻഡ് സോങ് ഉണ്ട്. അത് ഈ മരണ വീടിന്റെ അപ്പുറത്ത് കേൾക്കാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക്? അങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. അപ്പോ അതുണ്ട്. പിന്നെ 4 സോങ് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെട്രോ സോങ് ഉണ്ട്. അതിപ്പോ ഇറങ്ങുന്നുണ്ട്. ദീപൊരു സിനിമയിൽ വരുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും സ്റ്റേജ് പെർഫോമൻസിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. ഏത് വിധത്തിലാണ് അത് സിനിമയിൽ ഗുണം ചെയ്തിട്ടുള്ളത്? എനിക്ക് ഗുരുവായൂരമ്പല അടയിലെന്ന് പറഞ്ഞ പടത്തിനകത്ത് ബിബിൻ ചേട്ടൻ വേഷം തന്നത് തന്നെ കോമഡി സ്റ്റാറിലും അതുപോലെയൊക്കെ പിന്നെ ചെയ്തൊരു സ്കിറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിനകത്തോട്ട് ഒരവസരം കിട്ടിയത്. അപ്പം പണ്ടുതൊട്ടേ നമ്മൾ അന്നേക്ക് എൻ്റെ ടീമിലുണ്ടായിരുന്നു ഇത്രയും പാവാണോ ശരിക്കും? അതെ ദീപു സ്റ്റേജിൽ കസറനാളാണ്. അയ്യോ നമ്മൾ പറഞ്ഞു നമ്മൾ പണ്ട് സുരാജന്റെ കോമഡി കണ്ടിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുകയല്ല, അതുപോലെയാണ് ദീപു പ്രേക്ഷകരെ കയ്യിലെടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മളും ഇതിനകത്തോട്ട് വന്നത്. തിയേറ്ററിലേക്ക് പ്രേക്ഷകർ കുടുംബസമേതം വന്ന് കാണുമ്പോഴാണ് സിനിമ പരിപൂർണമായിട്ട് വിജയിക്കുന്നത് വലിയ അളവിൽ. ഫാമിലി ഓഡിയൻസിന് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടാവുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ടാകും. കാരണം ബന്ധുമിത്രാദികൾ എന്നൊക്കെയുള്ളൊരു പദം ഈ അടുത്ത് വളരെ കുറവായിരിക്കും സിനിമയിൽ കണ്ടിട്ടുണ്ടാവുക. സിനിമകളിൽ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇമോഷൻസൊക്കെ കുറവാണ് പലപ്പോഴും പുതിയ സിനിമകളിൽ കാണുന്നത്. അത്തരത്തിൽ കുടുംബ പ്രേക്ഷകരോട് എന്താണ് ഈ അവസരത്തിലാണ് ശരിക്കും പറയുന്നത്? ഈ പറഞ്ഞ പോലെ നമുക്കൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല സിനിമയ്ക്ക് ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കാണാം, അങ്ങനെ ഇല്ല. കുടുംബ പ്രേക്ഷകർ എല്ലാവരും അതെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. അതൊരു ഇന്ന ഏജിലുള്ളവർക്കോ യൂത്തിനെന്നോ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല സിനിമയ്ക്ക്. എല്ലാവർക്കും പറഞ്ഞ പോലെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള പരിചയമുള്ള കുറെ മുഖങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങൾ ആരെയാണ് തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കറിയാം ഇയാളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആരാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ പക്ഷെ ഒരുപാട് ഫാമിലി മുഹൂർത്തങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങൾ ഫാമിലിയായി പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരുപാട് നല്ല മുഹൂർത്തം നമ്മുടെ സിനിമയ്ക്ക്. അപ്പൊ നമ്മളെ സിറ്റുവേഷൻ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു മരണ വീടാണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ണൂരുള്ള മരണ വീട്ടിൽ ഏകദേശം ഇങ്ങനെയൊക്കെ അല്ല എന്ത് പറയുമോ. അപ്പൊ എനിക്ക് കാര്യം ഇതുപോലെ ആയിരിക്കും അവിടെ നമ്മൾ മരണ വീട്ടിലൊക്കെ സെയിം ആണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മരണ വീട്ടില് സീരിയസ് ആയിട്ട് നാടകങ്ങളാണ് നമ്മുടെ റിയൽ ലൈഫിലുണ്ട്. നമ്മളെ വീട്ടിൽ മരിച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും അതൊന്നും അത്രയും നമ്മളെ വീട്ടുകാരെ പോലെ കരയണമെന്നൊന്നും. നമ്മൾ ട്രെയിലറിൽ തന്നെ ജോമൻ പറയുന്നുണ്ട് വേറെ ആൾക്കാർ കരയും കാണുമ്പോൾ എനിക്ക് ചിരി, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മരണത്തിൽ ചിതയുടെ ഇങ്ങനെ കുടം വെച്ചിട്ട് എനിക്ക് ഒത്തിരിയുമല്ലോ ഇങ്ങനെ കുടം വെച്ചിട്ട് ഇങ്ങനെ പോകല്ല. അപ്പം വീട്ടിനടുത്ത് സംഭവിച്ചൊരു സംഭവം അത് നമ്മൾ സ്കിറ്റാക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അതിന് ഇങ്ങനെ ഈ കുടത്തിലിങ്ങനെ ഓരോ റൗണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊത്തും. ഇത് ആള് കഷണ്ടി ആയിരുന്നേ. ഇങ്ങനെ 3ാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്ക് ഈ കുടം മാറിപ്പോയി തലയിലായിപ്പോയി. അപ്പോൾ അത് നമ്മളൊരു സ്കിറ്റാക്കിയ സാധനം. അപ്പോൾ അപ്പോൾ ചിരിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു മരണ വീടായതുകൊണ്ട് മരണമായിട്ട് നടക്കുന്ന മിക്കുള്ള കോമഡികൾ നമുക്ക് അപ്പം ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്തു വരും. ഏതായാലും വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ ഒരുപാട് സന്തോഷവും ചിരിയും രസവും പ്രേക്ഷകർക്ക് സമ്മാനിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.